കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല. ഇതാണ് നമ്മുടെ നടേശഗുരുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കേരള രാഷ്ട്രീയത്തിൽ നടേശഗുരു പലതരത്തിലുള്ള ഗിമിക്സുകൾ കാട്ടാറുണ്ട്. ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് തന്റെ പിന്തുണയോട് കൂടിയാണ് ജയിച്ചതെന്ന് പറയും. SNDP വോട്ടുകൾ വീണതുകൊണ്ടാണ് ജയിച്ചതെന്ന് പറയും. തോറ്റു കഴിഞ്ഞാൽ താൻ തോൽപ്പിച്ചതാണെന്ന് പറയും. എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ. കുറെ കാലമായി CPMന്റെ അരുകു ചുറ്റി നടക്കുകയാണ് വെള്ളാപ്പള്ളി. നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനൊക്കെയാണ് വെള്ളാപ്പള്ളി. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി തന്റെ കൃത്യമായ അജണ്ട നടപ്പാക്കി. ആ അജണ്ട ചെറുതൊന്നുമല്ല, BJPക്ക് അനുകൂലമായ അജണ്ടയായിരുന്നു. വെള്ളാപ്പള്ളിയെ CPM പൊക്കിക്കൊണ്ടുപോയത് BJPയെ തകർക്കാനായിരുന്നു. കാരണം ഈ നടേശൻ BDJS എന്ന പാർട്ടിയൊക്കെ രൂപീകരിച്ച് തന്റെ മകനെ അതിന്റെ എല്ലാമാക്കി പ്രതിഷ്ഠിച്ച് BJPക്ക് ഇഴവ വോട്ടുകൾ എത്താനുള്ള ഒരു പാലമായി പ്രവർത്തിച്ചു. അത് തിരിച്ചറിഞ്ഞ CPM അദ്ദേഹത്തെ ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനൊക്കെയാക്കി മാറ്റി. എന്തായാലും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു MV ഗോവിന്ദൻ. വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ ഇഴവ സമുദായത്തെ കൊണ്ട് BJPയുടെ തൊഴുത്തിൽ കെട്ടിയെന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല RSSന് വേണ്ടി രൂപീകരിച്ച രാഷ്ട്രീയ സംഘടനയാണ് BDJS എന്നും അദ്ദേഹം തുറന്നടിച്ചു. RSSുമായി ചേർന്ന് BDJS പലവിധത്തിലുള്ള സാമുദായിക ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നുവെന്നും സാമുദായിക കലാപവും വർഗീയ കലാപവും ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ ഇനി BJPക്ക് വേണ്ട. കാരണം അയാൾ കറിവേപ്പനായി കഴിഞ്ഞു. അയാളുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് വലിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റത്. BDJS മത്സരിക്കുന്നിടത്ത് BJPക്കാർ പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്. CPMനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രീതി നടേശൻ എത്തിയതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ. അത് CPMനെ ഒട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വെള്ളാപ്പള്ളി നടേശൻ പലവിധത്തിലുള്ള പ്രസ്താവനകളും CPMനെതിരെ നടത്തി. അന്ന് തന്നെ CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഇയാളെ ഈ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെതിരായ കേസുകൾ ഒരുപാടുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള കേസുകളുണ്ട്. അതൊക്കെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ആ വിവാദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പോലീസ് അന്വേഷണം ഉണ്ടാകാതിരിക്കാനുമാണ് വെള്ളാപ്പള്ളി നടേശൻ നേരെ CPM രാവണത്തിലേക്ക് ചേക്കേറിയത്. CPMനെ പുകഴ്ത്തിക്കൊണ്ട് നടന്നത്. മാത്രമല്ല ഇനിയിപ്പോ കേന്ദ്രത്തെയും പുകഴ്ത്തിയേ പറ്റൂ. കേന്ദ്ര മീഡിയ കൊണ്ടോ മറ്റ് അന്വേഷണ ഏജൻസികളെ കൊണ്ടോ അന്വേഷിപ്പിച്ചാൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ ആപ്പിലാകും. എന്തായാലും മൈക്രോ ഫിനാൻസിലടക്കമുള്ള അഴിമതി അന്വേഷിക്കാൻ വീണ്ടും CPM തീരുമാനിച്ചിരിക്കുന്നു. വീണ്ടും LDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മൈക്രോ ഫിനാൻസിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതിയുടെ രക്തസാക്ഷിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വലം കൈയായിരുന്ന മഹേശൻ. എല്ലാം കൂടെ അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തു. അദ്ദേഹം SNDP യോഗത്തിന്റെ ഓഫീസിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ കുടുംബം വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടത്തി. ആ കേസ് അന്വേഷിച്ച ഹർഷിത അട്ടല്ലൂരി വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്തു. ഇങ്ങനെയൊക്കെ മഹേശന്റെ ആത്മഹത്യയുടെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അപ്പോ ഈ വിവാദങ്ങൾ കെട്ടടങ്ങാത്തിടത്തോളം കാലം വെള്ളാപ്പള്ളിയെ ചൂണ്ടയിൽ കുരുക്കാൻ CPMന് സാധിക്കും. പക്ഷേ ആ ചൂണ്ട വിട്ട് വെള്ളാപ്പള്ളി ഒരു കളി ഇത്തവണ കളിച്ചിരിക്കുന്നു. അത് ജീവൻ മരണ കളിയായി മാറി. BJPയുമായി ചേർന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന കളികൾ, ആ കളി വെള്ളാപ്പള്ളി നടേശന് തന്നെ വിനയായി മാറിയിരിക്കുന്നു. എന്തായാലും ഒരു കാലത്ത് BJPക്ക് വേണ്ടി BDJS എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ വ്യക്തിയാണ് വെള്ളാപ്പള്ളി. BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ശംഖുമുഖത്തായിരുന്നു. അവിടെ BJPക്കാർ ഇരച്ചെത്തി വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് BDJS എന്ന പാർട്ടിയുടെ ചുമതല
തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി താൻ CPM അനുഭാവിയാണെന്ന രീതിയിൽ പ്രചരണം നടത്തി വെള്ളാപ്പള്ളി. CPM കുറച്ചു കാലം കൊണ്ടു നടന്നു. പക്ഷെ ഇപ്പോൾ CPMന് ചതി മനസ്സിലായി. കൂടെ നിന്നാൽ ഇയാൾ ചതിക്കും. കൂടെ നിൽക്കുന്നവരെ എല്ലാം ചതിച്ച പാരമ്പര്യമാണ് ഈ ചേട്ടയ്ക്കുള്ളത്. അത് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റും. പകരം ശ്രീകുമാർ, പുന്നേല ശ്രീകുമാർ അടക്കമുള്ള ഏതെങ്കിലും ശക്തരായ നേതാക്കൾ അവർ ഈ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ തുറച്ചു നോക്കുന്ന ചില കേസുകളുണ്ട്. കൊല്ലം SM കോളേജിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ കോടികളാണ് ഇയാൾ വെട്ടിയത്. കോടികൾ വെട്ടി സ്വന്തം പാക്കറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊന്ന് മഹേഷ് എന്ന പാവപ്പെട്ട സമുദായക്കാരന്റെ ആത്മഹത്യ. ഈ 2 കേസും പൊക്കിയെടുക്കും CPM. കാരണം വെള്ളാപ്പള്ളി അത്രയേറെ ചതിയാണ് ചെയ്തത്. കൂടെ നിന്നിട്ട് വയറ്റിക്കുത്തി. അതാണ് ചെയ്തത്. കൂടെ നിന്നിട്ട് വയറ്റിൽ കഠാര താഴ്ത്തി. അതാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അതിനുള്ള പണി കൊടുക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ആദ്യ പടിയായിട്ടാണ് ഈ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ചവിട്ടിപ്പുറത്താക്കി.